ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ് എഞ്ചിനീയർ പോസ്റ്റിന്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ മുന്നേ ഒരു സെഷൻ ചെയ്തിരുന്നു. അടുത്ത സെഷൻ ട്രാൻസ്ഫോമർ ആണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ മെഷീൻസിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏതൊക്കെ മെഷീൻസ് ഉണ്ട്? DC മെഷീൻസും AC മെഷീൻസും ഉണ്ട്. ആക്ച്വലി ട്രാൻസ്ഫോമർ ഈസ് എൻ AC മെഷീൻ. പക്ഷേ നമ്മൾ എപ്പോഴും ട്രാൻസ്ഫോമറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ്. നമ്മൾ എപ്പോഴും മെഷീനെ കുറിച്ച് പറയുമ്പോഴേക്കും പറയും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള 90% എഫിഷ്യൻസി ഉള്ള ഒരു മെഷീൻ ഏതാണ്? ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പൊ അന്ന് തൊട്ടേ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു 7-8 ക്വസ്റ്റ്യനോളം നമുക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് കിട്ടും? ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടും. അതിൽ തന്നെ നമുക്ക് തിയറി പാർട്ടും ഉണ്ടാവും, കുറച്ചൊക്കെ പ്രോബ്ലം പാർട്ടും ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ബേസിക്സ് ഭയങ്കര ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻസിൽ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആദ്യത്തെ സെഷൻസിൽ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ബേസിക്സും ട്രാൻസ്ഫോമറിന്റെ വീഡിയോസ്, അതായത് ബേസിക്സ് എന്താണ്, അതിന്റെ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ലൈവ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ലൈവ് സെഷൻ ആയിട്ട് നമുക്ക് വീണ്ടും PYQ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും അതിനെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമുക്കതിന് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് eMeryt ആപ്പിന്റെ സബ് എഞ്ചിനീയർ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ടോപ്പിക് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ ട്രാൻസ്ഫോമർ? നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫോമർ എന്താണെന്ന്. ബേസിക്കലി മെഷീൻസിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക, അല്ലെ? എങ്ങനെയാണ് മെഷീൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? നോർമലി നമ്മൾ മെഷീൻസിനെ എന്തെന്ന് പറയും? മോട്ടേഴ്സ് ഉണ്ട്, ദെൻ ജനറേറ്റേഴ്സ് ഉണ്ട്, ദെൻ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, റൈറ്റ്? അക്കോർഡിംഗ് ടു ദ എനർജി കൺവേർഷൻസ്, basically the machines can be divided to 3 types. അല്ലെ? നമുക്ക് എപ്പോഴും അറിയാം മോട്ടർ എന്താണ്, ജനറേറ്റർ എന്താണ്, ദെൻ ട്രാൻസ്ഫോമർ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോ എനർജി കൺവേർഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ക്ലാസിഫിക്കേഷൻ പറയാ. That is, which energy is converted to which energy. In motors, electrical energy is basically converted to mechanical energy. You know that, അല്ലേ? മോട്ടോഴ്സിൽ AC മോട്ടർ ആയിക്കോട്ടെ DC മോട്ടർ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി, അല്ലെ? ദെൻ നമ്മൾ വെള്ളം അടിച്ച് കയറ്റാൻ ഉപയോഗിക്കുന്ന നോർമൽ മോട്ടർ, അക്വാട്ടിക് മോട്ടർ, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോട്ടോഴ്സിൽ വരുന്നതാണ്. അവിടെ എന്ത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ആൻഡ് ദ ജനറേറ്റേഴ്സ് ആർ ദാറ്റ് വൺ where the mechanical energy is converted to electrical energy. അല്ലെ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നതാണ് ആര്? ജനറേറ്റേഴ്സ്. നോർമലി ജനറേറ്റേഴ്സിന്റെ പാരലൽ ഓപ്പറേഷൻസും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സോ DC ജനറേറ്റേഴ്സും ഉണ്ട്, AC ജനറേറ്റേഴ്സും ഉണ്ട്. അത് എന്തിന്റെ കൺവേർഷനിലാണ് വരുന്നത്? DC ആണോ AC ആണോ എന്നുള്ള മീനിങ്ങിൽ DC മോട്ടോഴ്സ്, DC ജനറേറ്റേഴ്സ്, AC മോട്ടോഴ്സ്, AC ജനറേറ്റേഴ്സ്. ഇനി ഇതിലൊന്നും പെടാതെ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫോമേഴ്സ് ആണ്, റൈറ്റ്? ട്രാൻസ്ഫോമർ എന്താണ്? ഇവിടെ നമ്മൾ എനർജി കൺവേർഷനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ട്രാൻസ്ഫോമർ വർക്ക്സ് ഇൻ AC ഓൺലി. AC-ൽ മാത്രമേ ആര് വർക്ക് ചെയ്യുള്ളൂ? ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. DC കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും സെഷനിൽ നോക്കാം. സോ ട്രാൻസ്ഫോമേഴ്സ് ആർ that machine which convert one form of electrical energy to another form of electrical energy. അല്ലെ? ഒരു ഫോം ഓഫ് ഇലക്ട്രിക്കൽ എനർജിയെ വേറൊരു ഫോം ഓഫ് ഇലക്ട്രിക്കൽ എനർജി without varying the frequency. Okay, frequency മാറ്റാതെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയെ വേറൊരു ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആര്? ട്രാൻസ്ഫോമർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ദ മോസ്റ്റ് എഫിഷ്യന്റ് മെഷീൻ ഈസ് ട്രാൻസ്ഫോമർ. വൈ? ബിക്കോസ് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്, അല്ലെ? ഒരു സ്റ്റാറ്റിക്, ഇപ്പൊ നമുക്ക് മോട്ടർ എടുക്കുവാണെങ്കിലും ജനറേറ്റർ എടുക്കുവാണെങ്കിലും അതിൽ മെക്കാനിക്കൽ പാർട്ട് ഉണ്ട്. മെക്കാനിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? റൺ ചെയ്യുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അത് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ
അവിടെയൊക്കെ ആർമേച്ചറും ഇതും റോട്ടറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് മൂവിംഗ് പാർട്സ് ആർ ദെയർ ഇൻ മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ദർ ഇസ് നോ മൂവിംഗ് പാർട്ട്. ട്രാൻസ്ഫോമറിന്റെ കേസിൽ എന്തില്ല? മൂവിംഗ് പാർട്ട് ഇല്ല. സോ യു ക്യാൻ സേ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ട്രാൻസ്ഫോമർ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് മെഷീൻ. അപ്പൊ മോസ്റ്റ് എഫിഷ്യന്റ് മെഷീൻ എന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ണു അടച്ച് ട്രാൻസ്ഫോമർ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് വൈ? ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ഡിവൈസ്. ആൻഡ് ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ, one form of electrical energy is converted to another form of electrical energy without any power variation and without any frequency variation. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ വേറൊരു ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്? പവറും ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആണ്. സോ ഇതാണ് ബേസിക്കലി വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്ഫോമർ എന്നുള്ളതിന്റെ ആൻസർ. ദാറ്റ് ഇസ് ദ വൺ ഇലക്ട്രിക്കൽ എനർജി ടു അതർ ഇലക്ട്രിക്കൽ ഫീൽഡ് ത്രൂ മാഗ്നറ്റിക് മീഡിയം വിത്തൗട്ട് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി. സോ ഈ സെന്റൻസിലെ ഓരോ കാര്യവും, അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. എങ്ങനെ? ഇറ്റ് ഈസ് യൂസിങ് മാഗ്നറ്റിക് മീഡിയം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ മെനി ടൈപ്സ്, ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യൂസിങ് മാഗ്നറ്റിക് മീഡിയം. മാഗ്നറ്റിക് മീഡിയം ദാറ്റ് മീൻസ് by means of flux. Okay, magnetic medium means by means of flux, and the principle of operation is our electromagnetic induction itself. And very important, there is no electrical connection in the transformer windings. മനസ്സിലായോ? electrical connection ആരിലില്ല? ട്രാൻസ്ഫോമർ വൈൻഡിങ് ഇല്ല. എന്തിനകത്തുണ്ട്? ഓട്ടോ ട്രാൻസ്ഫോമറിലുണ്ട്. ദാറ്റ് ഇസ് അനദർ സെഷൻ. സോ നമുക്ക് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സിനെ 3-4 സെഷൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബേസിക്സ്, ദെൻ കൺസ്ട്രക്ഷൻ, അതിന്റെ പാർട്ട് ഒക്കെയാണ് വരുന്നത്. സെക്കൻഡ് അതിന്റെ ലോസസ്, എഫിഷ്യൻസി, ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ ലോസസ്, എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പാർട്ട്. നാലാമത്തെ പാർട്ട് ഓട്ടോ ട്രാൻസ്ഫോമറും അതിന്റെ ഡെഫിനറ്റ്ലി അതിന്റെ വെയിറ്റ് എത്രത്തോളം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, ലോസ് കോപ്പർ എത്രത്തോളം വരുന്നുണ്ട്, എങ്ങനെയാണ് കണ്ടക്ഷൻ വഴിയാണോ ഇൻഡക്ഷൻ വഴിയാണോ എന്നൊക്കെ ഉള്ള കാര്യമൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി ട്രാൻസ്ഫോമർ എന്താണെന്നും ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്നും ത്രൂ ഫ്ലക്സ് ആണ് അതിന്റെ കണ്ടക്ഷൻ പോസിബിൾ ആവുന്നതെന്നും നമുക്ക് ഒരു പെർട്ടിക്കുലർ ഐഡിയ കിട്ടി. ഇനി നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഒരു ട്രാൻസ്ഫോമറിന് എന്തൊക്കെ ഉണ്ട് അല്ലെ? ബേസിക് ഓപ്പറേഷൻ ജസ്റ്റ് ടു നോ ഒരു ഇതായിട്ട് പറയാം. ഹിയർ ദ പ്രൈമറി ഈസ് ഗിവൺ വിത്ത് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ഒരു കറണ്ട് അപ്പം എന്തിലൂടെ ഫ്ലോ ചെയ്യും? പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യും. നമുക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ടു നോ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാം. ഓക്കെ, ദെൻ that will set up a magnetic flux. Okay, ഞാൻ ആദ്യമേ പറഞ്ഞു there is no electric connection ഇല്ല എന്ന് പറഞ്ഞു. So the principle of operation is electromagnetic induction. You know Faraday's electromagnetic induction. Electromagnetic induction വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഇലക്ട്രിക്കൽ പാർട്ട് വേണം, ഒരു മാഗ്നറ്റിക് പാർട്ട് വേണം, then അവര് തങ്ങളിൽ എന്ത് വേണം? ഇൻഡക്ഷൻ വേണം, ഇന്ററാക്ഷൻ വേണം. So here in transformer the two windings which is known as primary and which is secondary. Okay, primary secondary windings are the electrical part of a transformer. Electrical conductors of a transformer or the electrical part എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതിന്റെ primary and secondary winding. And who is the magnetic part of transformer? Magnetic part of transformer is known as the core. എന്താ പറയാ? core എന്ന് പറയും. ഓക്കെ, ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കൺസ്ട്രക്ഷൻ വേസ് നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. സോ കോർ ഇസ് ദ മാഗ്നറ്റിക് പാർട്ട് ആൻഡ് വൈൻഡിങ്സ് ആർ ദ ഇലക്ട്രിക് പാർട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എന്തില്ല? ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല.
and the induction is possible. നമ്മൾ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് ഒരു ഇലക്ട്രിക്കൽ പാർട്ട് വേണം, ഒരു മാഗ്നറ്റിക് പാർട്ട് വേണം, അവർ തങ്ങളിൽ ഇൻഡക്ഷൻ വേണം. That means the transfer of energy or the induction is possible via the flux linked with this core. അല്ലെ, കോറുമായിട്ട് അല്ലെങ്കിൽ വൈൻഡിങ്സുമായിട്ട് കോറ് വഴി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഒരു ഷുവർ PSC ക്വസ്റ്റ്യൻ ആണ്, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. The transformation of electrical energy from the primary side to secondary side of the winding in transformer is possible, അല്ലെങ്കിൽ magnetic induction is possible via the flux. അപ്പൊ എന്താണ് ഇവിടെ, ആരാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് എനർജി പോസിബിൾ ആക്കുന്നത്? ഫ്ലക്സ് ആണ്. അതൊരു ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്സ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് എനർജി പോസിബിൾ ആക്കുന്നത്. ആൻഡ് ദർ ഇസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ, ഓൺലി ദ മാഗ്നറ്റിക് കണക്ഷൻ ഈസ് വയ ദ കോർ. ഓക്കെ, അപ്പൊ കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. ഇനി ഞാൻ കുറെ നേരമായിട്ട് പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഇലക്ട്രിക്കൽ വൈൻഡിങ്, അത് നമുക്കറിയാം. ബട്ട് കൊടുക്കുന്ന സ്ഥലം, that means where I am applying the supply voltage, and that side is known as primary. അല്ലാതെ ഇലത്ത് കാണുന്നത് പ്രൈമറിയും വലത്ത് കാണുന്ന സെക്കൻഡറി എന്നല്ല. എവിടെയാണോ ഞാൻ സപ്ലൈ കൊടുക്കുന്നത്, എവിടെയാണോ ഞാൻ AC വോൾട്ടേജ് കൊടുക്കുന്നത്, ആ സൈഡിനെ പറയുന്ന, ആ വൈൻഡിങ്ങിനെ പറയുന്നതാണ് പ്രൈമറി. That electrical winding is known as primary, where I am giving the input. Okay, and from where I am taking the output. അപ്പൊ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എവിടെ നിന്നാണോ ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ഞാൻ അതിന്റെ ലോഡ് കണക്ട് ചെയ്യുന്നത്, ആ സൈഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി. ഓക്കെ, ആ വൈൻഡിങ്ങിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി. സോ ഹിയർ ഇഫ് ഐ ആം ഗിവിംഗ് വോൾട്ടേജ് ഹിയർ, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഞാൻ കൊടുക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇതിനെ ഞാൻ എന്തെന്ന് പറയും? പ്രൈമറി എന്ന് പറയും. ഇനി ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ ഞാൻ എന്തെന്ന് പറയും? പ്രൈമറി എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്, അപ്പൊ ഇതിനെ ഞാൻ എന്തെന്ന് പറയും? പ്രൈമറി വൈൻഡിങ്. ആൻഡ് ഹിയർ വേർ ഐ ആം ടേക്കിംഗ് ദ ഔട്ട്പുട്ട്, ദാറ്റ് വൈൻഡിങ് ഈസ് നോൺ ആസ് സെക്കൻഡറി വൈൻഡിങ്. സോ ദീസ് ആർ ദ ബേസിക്, അല്ലെ? ഇനി പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ ലിങ്ക് ചെയ്യുന്നത് ഫ്ലക്സ് വഴിയാണ്, വയ കോർ ആണ്. അപ്പൊ കോറിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ കോറ് വെറുതെ അങ്ങ് വെച്ചിരിക്കുന്നതൊന്നും അല്ല, അതായത് എടുത്തു വെച്ചിരിക്കുന്നതല്ല. ലാമിനേറ്റഡ് സ്റ്റാമ്പിങ്സ് ആയിട്ട്, നമ്മൾ സ്റ്റേപ്ലർ പിൻ കണ്ടിട്ടില്ലേ? സ്റ്റേപ്ലർ പിൻ എങ്ങനെയാണ് അടുക്കി വെച്ചേക്കുന്നത്? ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുക്കി അടുക്കി വെച്ചിരിക്കും. അതുപോലെയാണ് നമ്മളുടെ കോറിന്റെ, അതായത് ട്രാൻസ്ഫോമറിന്റെ കോറ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ സ്റ്റാമ്പിങ്സ് ലൈക്ക്, സ്റ്റാമ്പിങ് പോലെയാണ്, അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, മെറ്റീരിയൽ ഒക്കെ നമുക്കിപ്പോ നോക്കാം. മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്യും. ആൻഡ് ദ വൈൻഡിങ് മെറ്റീരിയൽ, അതായത് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് കണ്ടക്ടേഴ്സ് ആയിരിക്കും. കോപ്പർ ഓർ അലൂമിനിയം കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ആസ് ദ വൈൻഡിങ് മെറ്റീരിയൽ. അപ്പൊ ഇവിടെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത്, പ്രൈമറി ആരാണ്? എവിടെയാണോ വോൾട്ടേജ് കൊടുക്കുന്നത്. സെക്കൻഡറി ആരാണ്? എവിടെയാണോ നമ്മൾ ലോഡ് എടുക്കുന്നത്. സോ ഹിയർ ഐ ആം ഗിവിംഗ് എ പ്രൈമറി വോൾട്ടേജ്. ഡെഫിനറ്റ്ലി അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ, റൈറ്റ്? അപ്പൊ ഇതിൽ ഈ ഒരു വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് ആൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൾട്ടർനേറ്റിംഗ് നേച്ചർ ആണ്. ഓക്കെ, ഹിയർ AC ആണെങ്കിൽ മാത്രമേ നമുക്കറിയാം ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. DC കൊടുത്താൽ അപ്പൊ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യോ? അല്ലെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മളുടെ പ്രിൻസിപ്പിൾ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോസിബിൾ ഓൺലി വയ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇമ്പോർട്ടന്റ് ആണ്, ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് വിച്ച് ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡറി സൈഡ്. കാരണം എന്താ? ഇവിടെ ഒരു മാഗ്നറ്റിക് പാത്ത് ഉണ്ട്, അല്ലെ? കോറ് വഴിയായിട്ടുള്ള ഒരു മാഗ്നറ്റിക് പാത്ത് ഉണ്ട്. ആ മാഗ്നറ്റിക് പാത്തിലൂടെ അത് സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ചെയ്യുകയും സെക്കൻഡറിയിലും എന്തുണ്ടാവും? an induced EMF according to Faraday's law of electromagnetic induction. An induced EMF is produced in the secondary and that induced EMF is getting as the output. അതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പറയാം. എന്താണ്
AC മാത്രം ട്രാൻസ്ഫോമറിന് കൊടുക്കുന്നത്. ട്രാൻസ്ഫോമറിന് ഞാൻ പറഞ്ഞു ഓൾറെഡി AC മാത്രമേ കൊടുക്കുന്നുള്ളൂ. DC ആണെങ്കിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമോ? ഇല്ല. DC ആണെങ്കിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. ബിക്കോസ് ദർ ഈസ് നോ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ DC. DCയിൽ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ കണ്ണുടച്ച് എഴുതിക്കോളുക. DCയിൽ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ ശരി. ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ DC കൊടുക്കുന്നില്ല. പക്ഷേ DC കൊടുത്താൽ എന്ത് സംഭവിക്കും? മനസ്സിലായോ? DC കൊടുത്താല് ഇവിടെ കറണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നുമില്ല. സോ ഹൈ വാല്യൂ ഓഫ് കറണ്ട് കോസസ് അല്ലെ, പ്രൈമറിയില് വലിയ വാല്യൂ ഓഫ് കറണ്ട് ഉണ്ടാവുകയും പ്രൈമറി ബേൺ ഔട്ട് ആവുകയും ചെയ്യും. ഇതും ഷുവർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈമറിയില് എന്തുണ്ടാകും? ഹൈ വാല്യൂ ഓഫ് കറണ്ട് ഉണ്ടാവും ആൻഡ് ദ പ്രൈമറി ബേൺസ് ഔട്ട്. So these are some questions in this single ആയിട്ടുള്ള നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. ഓക്കെ, അപ്പം ട്രാൻസ്ഫോമർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായല്ലോ. ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്, അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. Then one form of electrical energy is converted to another form of electrical energy without converting frequency. That is very very important. Frequency stable ആണ്. Okay, then one form of electrical energy another form of electrical energy ആക്കാൻ സഹായിക്കുന്ന principle of operation electromagnetic induction. So there is an electrical part, there is a magnetic part and an induction between the electrical and magnetic part. Here two windings are there. രണ്ട് windings ഉണ്ട്. The winding where we are giving the supply voltage is known as primary winding and the winding where we are taking the load voltage, that is known as the secondary winding. And according to the principle of operation, you are giving alternating flux, alternating voltage to the primary winding and a current is set up, and according to the current the magnetic core get alternating flux, and due to that alternating flux, alternating flux കാരണമാണ് secondary side നമുക്ക് എന്ത് induce ചെയ്യുന്നത്? EMF induce ചെയ്യുന്നതും and we are getting the output voltage. So that is the basic principle of operation. വീണ്ടും അവിടെ നിന്നുള്ള questions. Then AC മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം alternating flux വേണം. Electromagnetic induction ആണ് principle. Induction is possible only with the alternating flux. Then AC ക്ക് പകരം DC കൊടുത്താൽ അവിടെ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി പ്രൈമറി ബേൺ ഔട്ട് ആവും, കാരണം ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആണ് വന്നു കയറുന്നത്. നമുക്ക് മാഗ്നറ്റൈസിങ് കറണ്ട് കുറച്ചു മതിയായിരുന്നു അല്ലെ, അപ്പൊ അവിടെ ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആവുകയും നമ്മുടെ പ്രൈമറി ബേൺ ഔട്ട് ആവുകയും ചെയ്യും. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ഇതുവരെ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോവാം. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് PSCക്ക് ഒന്നും ചോദിക്കില്ല. ഇപ്പൊ നമ്മള് വലിയ കാര്യത്തിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് പോകും, എന്താ ഫേസർ ഡയഗ്രം ഒക്കെ പഠിച്ചിട്ട് പോകും. അത്രയും കാര്യമായിട്ടൊന്നും ചോദിക്കില്ല. എല്ലായിടത്തുനിന്നും എന്ത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കോളാം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ടേം എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, വി ആർ ഗോയിങ് ടു ദാറ്റ്. എന്താണ് സ്റ്റെപ്പ് അപ്പ്, എന്താണ് സ്റ്റെപ്പ് ഡൗൺ? നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, ബേസിക്കലി നമുക്ക് നമുക്ക് കേട്ടിട്ടുണ്ടാവും വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, പവർ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പല വിഭാഗമായിട്ട് നമ്മളിപ്പോൾ പഠിക്കും. അപ്പൊ ഇവിടെ എല്ലാം എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ എന്താ കൊടുത്ത ഇൻപുട്ടില്? വോൾട്ടേജ് ആണ് അല്ലെ. ആൻഡ് ഹിയർ യു ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ത്രൂ ലോഡ്. ഈ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും, പക്ഷേ അവിടെ എന്താണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്? EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, വോൾട്ടേജ് ആണ് കിട്ടുന്നത്. സോ ഇവിടെ എന്ത് ക്വാണ്ടിറ്റി ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? We are converting the electrical voltage. വോൾട്ടേജിനെയാണ് നമ്മൾ സെക്കൻഡറി സൈഡിലേക്ക് ഫ്ലെക്സ് വയ ലിങ്ക് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും, സപ്പോസ് എനിക്കൊരു സ്ഥലത്ത് 10 വോൾട്ടേജ് വേണം, പക്ഷെ എന്റെ കയ്യിലുള്ള ഇൻപുട്ട് 100 വോൾട്ടേജ് ആണ്. സോ ഐ ഹാവ് ടു റെഡ്യൂസ് ദാറ്റ് 100 വോൾട്ടേജ് ടു
10 voltage അല്ലേ? അപ്പൊ 100 വോൾട്ടേജിനെ എനിക്ക് എത്രയായിട്ട് കുറയ്ക്കണം? 10 വോൾട്ടേജ് ആയിട്ട് കുറയ്ക്കണം. ദാറ്റ് പ്രോസസ് ആൻഡ് ദാറ്റ് ഈസ് ഡൺ യൂസിങ് ട്രാൻസ്ഫോമർ. അത് ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്ഫോമർ ആണ്. ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ കൺവേർഷനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ. യു ആർ റെഡ്യൂസിങ് ദ വാല്യൂ, ഡൗണിങ് ദ വാല്യൂ, റൈറ്റ്? സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി എന്താണ് അപ്പ് സ്റ്റെപ്പ് അപ്പ്? എനിക്ക് സപ്പോസ് 230 വോൾട്ട് ആണ് വേണ്ടത്, എന്റെ കയ്യിൽ 100 വോൾട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 100 വോൾട്ടിനെ 230 വോൾട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്യിക്കണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതിനെ എന്തെന്ന് പറയും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദിസ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ is directly proportional to the number of turns. നമ്മൾ ഇനി EMF equation പഠിക്കും, അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, നമ്മളുടെ ഈ ഒരു പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും എന്ത് മാത്രമാണ് ഈ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഇലക്ട്രിക്കൽ വൈൻഡിങ്. ഇനി എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് യു നോ ദാറ്റ് N into d∅/dt is the EMF induced, right? അപ്പൊ നമുക്ക് ഫാരഡേ ലോ അനുസരിച്ച് അറിയാം, മൈനസ് എന്നൊക്കെയാണ്, അത് ഡയറക്ഷൻ നിൽക്കട്ടെ. N into d∅/dt, the flux produced also depends upon the number of turns. So definitely you can കണ്ണു അടച്ചത് പറയാം, എന്താണ്? നമ്പർ ഓഫ് ടേൺസിനെ മാത്രമാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുക? ഇവിടുത്തെ EMF ഇൻഡ്യൂസ്ഡ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും കോൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലാക്കുക. EMF ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഒക്കെ പറയാം. അപ്പൊ ഇവിടുന്ന് വരാവുന്ന ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. AC മാത്രമേ യൂസ് ചെയ്യുള്ളൂ, DC യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്താണ് പ്രൈമറി വൈൻഡിങ്, എന്താണ് സെക്കൻഡറി വൈൻഡിങ്, സ്റ്റെപ്പ് അപ്പ് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ എന്താണ്, ചേഞ്ച് വരാത്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് ട്രാൻസ്ഫോമറിൽ, ദെൻ ട്രാൻസ്ഫോമറിന് മോസ്റ്റ് എഫിഷ്യന്റ് ആക്കുന്ന ഏത് കാര്യമാണ്? സ്റ്റാറ്റിക് ഡിവൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദ കൺസ്ട്രക്ഷൻ, ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫോമർ പറഞ്ഞു. ട്രാൻസ്ഫോമറിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രിക്കൽ പാർട്ട് ഉണ്ട്, ഒരു മാഗ്നറ്റിക് പാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ? ദെൻ the windings, that is the electrical part in the transformer is known as windings അല്ലെ? ആ വൈൻഡിങ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് the types of transformer can be divided to shell type and core type. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഉണ്ട്, കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ട്, പവർ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് വേറെ കാറ്റഗറിയാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ് ഏത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള വെച്ചിട്ടാണ് അത് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. The types of transformer according to construction. First we are concentrating on the constructional details. നമുക്ക് ഇലക്ട്രിക്കൽ വൈൻഡിങ്ങും മാഗ്നറ്റിക് കോറും അതിന്റെ തിക്നെസ്സും അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, അപ്പൊ വൈൻഡിങ്ങുകൾ ഏതൊക്കെ വൈൻഡിംഗ് ഉള്ളത്? പ്രൈമറി വൈൻഡിംഗ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ആ വൈൻഡിങ് എങ്ങനെ കൊടുക്കുന്നു എന്നനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഉണ്ട്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. നിങ്ങൾ തന്നെ പറഞ്ഞേ, ഷെൽ ടൈപ്പും കോർ ടൈപ്പും ഈ രണ്ട് സ്ഥലത്തും, അതായത് കോർ ടൈപ്പ് ആയാലും ഷെൽ ടൈപ്പ് ആയാലും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ മാഗ്നറ്റിക് കോറിൽ വൈൻഡിങ് അറേഞ്ച് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഈ രണ്ട് ടൈപ്പ് ഉള്ളത്. കോർ ടൈപ്പ് വാട്ട് ഈസ് മീൻസ് കോറിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, റൈറ്റ്? ദെൻ ഷെൽ ടൈപ്പ് എന്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ്? വൈൻഡിങ്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ വൈൻഡിങ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഉള്ളത്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആർ ദെയർ ആൻഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് ദെയർ. അപ്പൊ ഷെൽ ടൈപ്പും കോർ ടൈപ്പും കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് കോർ ഇസ്, അപ്പൊ ഇലക്ട്രിക്കൽ പാർട്ട് ഏതാണ്? വൈൻഡിങ്. മാഗ്നറ്റിക് പാർട്ട് ഏതാണ്? നമ്മളുടെ കോറ്. ഈ കോറ്, മാഗ്നറ്റിക് കോറ് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ സ്റ്റാക്ക് ഓഫ് ലാമിനേഷൻസ് അല്ലെ? ഇറ്റ് ഈസ് എ സ്റ്റാക്ക് ഓഫ് ലാമിനേഷൻസ്. ലാമിനേഷൻസ് ഇങ്ങനെ അടുക്കി വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേപ്ലർ പിൻ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കട്ടയ്ക്ക് അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ സ്റ്റാക്ക് ഓഫ് ലാമിനേഷൻ. Then
are given in the magnetic core. Thin silicon steel laminations are used. Very important. ഒരുപാട് സമയം ചോദിച്ചിട്ടുണ്ട്. സിലിക്കൺ സ്റ്റീൽ ആണ് എന്തിന്റെ ലാമിനേഷൻ? കോറിന്റെ ലാമിനേഷൻ. So the magnetic core laminations are silicon steel. Silicon steel ആണ് magnetic core. പക്ഷെ കോർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഇതല്ല, അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. Then magnetic core laminations are based on silicon steel. ഇനി ഇവിടെ ഒരു പ്രത്യേകത, അതിന്റെ തിക്നെസ്. ഓക്കെ, ഒരു 50 ഹെർട്സ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ 0.35 millimeter thickness ആയിരിക്കും ട്രാൻസ്ഫോമറിന്റെ ഒരു ലാമിനേഷൻസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 0.35 millimeter എന്നുള്ളത് എക്സാക്ട്ലി ഇല്ലാതെ 0.3 to 0.4 എന്ന് ചില ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. 0.4 to 0.5. പക്ഷെ ആ ഒരു റേഞ്ച് അല്ലെ, മില്ലിമീറ്റർ റേഞ്ച് യു ഹാവ് ടു ബൈ ഹേർട്ട്. 0.35 millimeter, അറൌണ്ട് 0.3 to 0.4 എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നോർമൽ 50 ഹെർട്സ് ട്രാൻസ്ഫോമറിന്റെ മാഗ്നറ്റിക് കോറിന്റെ ലാമിനേഷന്റെ തിക്നെസ്. അപ്പൊ തിക്നെസ് ഓഫ് മാഗ്നറ്റിക് കോർ ലാമിനേഷൻസ്, കോർ എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാമ്പിങ്സ് ആയിട്ട് അടുക്കി വെച്ചേക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ലാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്തുവാണെന്ന് നമുക്ക് ലോസസ് പഠിക്കുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ലാമിനേഷൻസ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ആ ലാമിനേഷന്റെ തിക്നെസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന മാഗ്നറ്റിക് കോർ, അപ്പൊ ലാമിനേഷൻസ് കോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമിലർലി laminations are made of cold rolled grain oriented sheet. വളരെ ഇമ്പോർട്ടന്റ്, ഒരുപാട് തവണ PSCക്കും വളരെ UPSCക്കും ഒക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The laminations in the transformer is made up of cold rolled grain oriented sheet steel, that is CRGO. The material is known as CRGO. അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെച്ചേക്കുക. കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് ഷീറ്റ്സ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിന്റെ ഷീറ്റുകളാണ്. ഓക്കെ, കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് ഷീറ്റ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ദ മാഗ്നറ്റിക് കോർ. അപ്പൊ ടൈപ്സിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മൾ മാഗ്നറ്റിക് കോറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാഗ്നറ്റിക് കോറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ അവിടെ നമ്മൾ ഓർത്തിരിക്കണം. ദ ഹമ്മിങ് നോയിസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ. Humming noise produced in the transformer, which is known as magnetostriction. എന്താ പറയാ? മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്നാണ് അതിനെ പറയുക. അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ നോക്കി പോകാം. ഓക്കെ, അപ്പം മാഗ്നറ്റോസ്ട്രിക്ഷൻ ആ വേർഡ് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഹമ്മിങ് നോയ്സ്, HUM, ഹം എന്ന് തന്നെയാണ് ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ഒരു മൂളൽ സൗണ്ട്. നിങ്ങളിപ്പം നോർമലി ലബോറട്ടറി ചെയ്യുമ്പോൾ പോലും ഒരു ചെറിയ മൂളൽ സൗണ്ട് കേൾക്കാറുണ്ട്. ആ സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് വൈ ബിക്കോസ് ദിസ് മാഗ്നറ്റിക് സ്ട്രിക്ഷൻ ഈസ് പോസിബിൾ. അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രിക്ഷൻ എങ്ങനെയാ ഉണ്ടാവുന്നത്? നമുക്കറിയാം, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ നോർമലി ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സൈൻ വേവ് ആണ്. ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ട്, നെഗറ്റീവ് പാർട്ടും ഉണ്ട്. ആർക്കാ നമ്മൾ കൊടുക്കുന്നത്? പ്രൈമറി സൈഡിലാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ AC കൊടുക്കുന്നത്, റൈറ്റ്? അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജ് എന്നിരിക്കട്ടെ. ഓക്കെ, ഇതാരെ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ വൈൻഡിങ്ങിനാണ്, പ്രൈമറി വൈൻഡിങ്ങിനാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? AC വോൾട്ടേജ് കൊടുക്കുന്നത്. ഇത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ? കോറിൽ അല്ലെ. ബിക്കോസ് കോർ ഇസ് എ മാഗ്നറ്റിക് പാർട്ട് അല്ലെ. ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിനും എന്തുണ്ടായിരിക്കും? പോസിറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും, നെഗറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും അല്ലെ. ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിനും എന്തുണ്ടായിരിക്കും? പോസിറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും, നെഗറ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഈ പോസിറ്റീവ് പാർട്ട് എന്താണ്? മാഗ്നറ്റൈസ് ചെയ്യും. ആരെ? കോറിനെ മാഗ്നറ്റൈസ് ചെയ്യും. കുറച്ച് കഴിയുമ്പം മാഗ്നറ്റൈസേഷൻ സാച്ചുറേറ്റഡ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഡിമാഗ്നറ്റൈസ് ചെയ്യും അല്ലെ. സോ
magnetization and demagnetization is happening. Okay, appo magnetization and demagnetization of the core is happening when you are giving the supply voltage. നമ്മൾ supply voltage കൊടുക്കുമ്പോൾ magnetization demagnetization സംഭവിക്കും. ഈ പ്ലസും മൈനസും അതാണ് അല്ലേ. എങ്ങനെയാണ് ഹമ്മിങ് നോയ്സ് വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം the humming noise is produced by magnetic friction. What do you mean by magnetic friction? The alternating magnetization and demagnetization of the core when you are giving the supply voltage in the primary. Primary il nammal supply voltage kodukkumbom aa undagunna magnetic variation, magnetization and demagnetization. Idu aarila undavunnathu? Core la undavunne. പക്ഷെ core നമുക്കറിയാം സ്റ്റാമ്പിങ്സ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് അല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? ശരിക്കും അതൊന്ന് എക്സ്പാൻഡ് ചെയ്യും, ഒന്ന് കോൺട്രാക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഒരു മാഗ്നറ്റൈസേഷൻ നടക്കുമ്പോൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ദെൻ സിമിലർലി ഡിമാഗ്നറ്റൈസേഷൻ ആകുമ്പോൾ അത് എന്ത് ചെയ്യും? ഒന്ന് ചുരുങ്ങും. വളരെ രീതിയിലൊന്നും അല്ല, ചെറിയ രീതിയിൽ. Okay, അപ്പോ magnetization, due to magnetization, expansion of core happens, and due to demagnetization, contraction of core happens. Coreന്റെ contraction നടക്കും. അപ്പൊ ഇതിങ്ങനെ ആൾട്ടർനേറ്റിംഗ് വരുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ പ്ലസും മൈനസും ആൾട്ടർനേറ്റിംഗ് വരുമ്പോ ആ ഉണ്ടാകുന്ന വേരിയേഷൻ, ദാറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ വികസിക്കുക, ചുരുങ്ങുക, അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻ ഇൻ നോയ്സ് ആണ് എന്തായിട്ട് പറയുന്നത്? മാഗ്നറ്റിക് സ്ട്രിക്ഷൻ ആയിട്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും പുറത്ത് കളയുന്ന ആ ഒരു കോൺട്രാക്ഷൻ സൗണ്ടിന് വരുന്നതാണ് എന്ത്? ഹമ്മിങ് നോയ്സ്. അപ്പൊ എവിടുന്ന് മാഗ്നറ്റിക് കോറിന്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെ ടൈപ്സ് അവിടെ വെച്ചിരിക്കുകയാണ്. ഷെൽ ടൈപ്പും കോർ ടൈപ്പും അതെന്തായാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുകളിലായിട്ട് മാഗ്നറ്റിക് കോറും അതിന്റെ ഡീറ്റെയിൽസും ഉറപ്പായിട്ടും ഈ പറഞ്ഞത് എല്ലാം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന. ഓക്കെ, മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓഫ് ലാമിനേഷൻസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ലാമിനേഷന്റെ തിക്നെസ് 0.35 millimeter ആണ്. ആൻഡ് മാഗ്നറ്റിക് കോർ ഈസ് മേഡ് അപ്പ് ഓഫ് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ. ദെൻ this laminations എന്തൊക്കെയാണ്? മേഡ് അപ്പ് ഓഫ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയന്റഡ് ഷീറ്റ് സ്റ്റീൽ. മറക്കരുത്, CRGO. ഓക്കെ, അപ്പോ എന്നിട്ട് ഈ വൈൻഡിങ്സ് അടുക്കി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഷെല്ലും കോറുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ്ഫോമറിനെ ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ മാഗ്നറ്റിക് കോറുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. വളരെ ഒരുപാടെടുത്ത് ചോദിച്ചിരിക്കുന്നതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് magnetic friction അല്ലെങ്കിൽ magnetostriction അല്ലെ. the humming noise produced by the transformer. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ പ്രൈമറി സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്ലസും മൈനസും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സൈഡ് ഈസ് there, also negative side is there. That means magnetization and demagnetization happens അല്ലെ. അപ്പൊ മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഡിഫറൻസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് കോർ ഹാപ്പൻസ്. കോറിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും പറ്റും. അതാണ് എന്തിന് കാരണമാകുന്നത്? മാഗ്നറ്റിക് സ്ട്രിക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹമ്മിങ് നോയ്സിന് കാരണമാകുന്നത്. ഇത്രയുമാണ് കോറിനെ പറ്റി ഈ ഒരു പാർട്ടിൽ നിന്നും, അതായത് ട്രാൻസ്ഫോമറിന്റെ പാർട്ടിൽ നിന്നും ഇതുവരെ ചോദിക്കുന്നതും ആയിട്ടുള്ള PSC. അപ്പൊ എവിടെയാണ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് മുന്നേ ഉള്ള ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം പറയാൻ. അപ്പൊ ഈ ഒരു സെഷൻ നമ്മളിപ്പോ ചെയ്യുന്നത് ബേസിക്സ് ആണ് ചെയ്യുന്നത്, ബേസിക് ട്രാൻസ്ഫോമർ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതായത് ലോഡ് ഒക്കെ എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് us have another part. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു കോറുണ്ട്, കോറിനകത്ത് ഹമ്മിങ് നോയ്സ് ഉണ്ട്, എന്തുകൊണ്ട് അത് വരുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ 2 ടൈപ്പ് പറഞ്ഞു പോയായിരുന്നു, ഷെൽ ടൈപ്പും കോർ ടൈപ്പും 2 ടൈപ്പ് പറഞ്ഞു. ഇനി വെർട്ടിക്കൽ പോർഷൻ ഓഫ് ദ കോർ ആസ് കാൾഡ് ലിംബ് ഓർ ലെഗ്സ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം പോർഷൻ ഈസ് കാൾഡ് യോക്ക്. നിങ്ങൾ കണ്ടായിരുന്നു നേരത്തെ ട്രാൻസ്ഫോമർ ഞാൻ വരച്ചപ്പോഴേക്കും. ഓക്കെ, ഐഡിയൽ ആവട്ടെ, എന്ത് ട്രാൻസ്ഫോമർ ആയാലും നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ വോൾട്ടേജ് കൊടുത്തു അല്ലെ. അപ്പൊ ഒരു കറണ്ട് സെറ്റ് ചെയ്തു, ദെൻ ഫ്ലക്സ് ലിങ്ക് ചെയ്തു. ഏത് വഴിയാണ് ഫ്ലക്സ് ലിങ്ക് ചെയ്തത്? മാഗ്നറ്റിക് കോർ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മാഗ്നറ്റിക് കോറിന് മുകളിൽ ഒരു പാർട്ടും ഉണ്ട് അല്ലെ, താഴെ ഇങ്ങനെ ഒരു പാർട്ടും ഉണ്ട്. ഇനി വെർട്ടിക്കൽ ആയിട്ടും
വെർട്ടിക്കൽ ആയിട്ടും അതിനെന്തുണ്ട്? 2 പാർട്ട് ഉണ്ട്. ഇത് രണ്ടും വെർട്ടിക്കൽ പാർട്ട് അല്ലെ? ഇതില് ഈ വെർട്ടിക്കൽ പാർട്ടിനെ ഇതിനെ എന്തെന്ന് പറയും? ലിംബ് ഓർ ലെഗ് എന്ന് പറയും. ഓക്കെ, ലിംബ് ഓർ ലെഗ് എന്ന് പറയും. ഇനി ഹൊറിസോണ്ടൽ പാർട്ട്, അതായത് വെർട്ടിക്കൽ പോർഷൻ ഓഫ് ദ കോർ ആണ് ലിംബ് ഓർ ലെഗ്. ഈ ഒരു ഹൊറിസോണ്ടൽ പാർട്ട് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് യോക്ക്. എന്താ പറയാ? യോക്ക്. ഓക്കെ, അപ്പൊ നോർമലി നിങ്ങൾ DC മെഷീൻസ് AC മെഷീൻ പഠിക്കുമ്പോൾ യോക്ക് കോർ പഠിക്കില്ലേ, അതുപോലൊക്കെ തന്നെയാണ് യോക്ക് എന്ന് പറയുന്നത്. യോക്കും ലിംബും ആണ് നമ്മളുടെ മാഗ്നറ്റിക് പാർട്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നത് ആര് വഴിയാണ്? ഈ ലിംബ് ഓർ ലെഗും യോക്കും വഴിയാണ്. ഓക്കെ, ഇനി സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ഷെൽ ടൈപ്പില് 3 ലെഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ പണ്ട് വരച്ച് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോറി, ഓക്കെ, 3 ലെഗ് അല്ലെ? എവിടെ ഉണ്ടായിരിക്കും? ഷെൽ ടൈപ്പിൽ ഉണ്ടായിരിക്കും. കോർ ടൈപ്പിലാണെങ്കിൽ ഈ വരച്ചിരിക്കുന്നത് 2 ലെഗ്. മനസ്സിലായല്ലോ? അപ്പം ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ 3 ലെഗും ഉണ്ട്, കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ 2 ലെഗും ഉണ്ട്. ഇനി കോർ ടൈപ്പിലാണെങ്കിൽ half LV and half HV is wound on 1 leg, and in shell type whole LV and HV are സാൻഡ്വിച്ച്ഡ് എന്നാണ്, സാൻഡ്വിച്ച്ഡ് ഇൻ ദ സെൻട്രൽ ലിംബ്. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ ഞാൻ നോക്കി, ഇതിപ്പോ ഒരു ഷെൽ ടൈപ്പ് ആണ് അല്ലെ? ഇതൊരു ഷെൽ ടൈപ്പ് ആണ്. ഷെൽ ടൈപ്പില് വൈൻഡിങ് 2 വൈൻഡിങ്ങും HV വൈൻഡിങ്ങും LV വൈൻഡിങ്ങും എവിടെ തന്നെയാണ്? സെൻട്രൽ ലിംബിലാണ്. ഓക്കെ, സോ ഓൾ HV plus LV, ഓക്കെ, all HV plus LV is wound on the central limb for shell type. Core type ആണെങ്കിലോ പകുതി ഇവിടെയും half LV plus half HV ഇവിടെ. അതേപോലെ തന്നെ half LV plus half HV എവിടെ? ഇവിടെ. മനസ്സിലായോ? അതാണ് പറഞ്ഞത് the typical variation of single phase transformer. ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടുന്ന് വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ്, നേരത്തെ പറഞ്ഞ മാഗ്നറ്റോസ്ട്രിക്ഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, കൺസ്ട്രക്ഷൻ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, വരയ്ക്കണമെന്നൊന്നുമില്ല. 3 ലിംബാണ്. ലിംബും ലെഗും എന്താണെന്ന് അറിയാലോ? വെർട്ടിക്കൽ ആയിട്ട് കാണുന്നതിനെ ലെഗ് അല്ലെങ്കിൽ ലിംബ് എന്ന് പറയും, ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്നതിനെ യോക്ക് എന്ന് പറയും. അപ്പോ 3 ലിംബ് അല്ലെങ്കിൽ 3 ലെഗ് ആയിരിക്കും നമ്മുടെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ. അതിൽ സെൻട്രൽ ലിംബ്, നടുക്കുള്ള ലിംബിലാണ് LVയും HVയും അസംബിൾ ചെയ്യുക. ദെൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിലോ 2 ലെഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അപ്പുറം ഇപ്പുറം 2 ലെഗ്. ആ 2 ലെഗിലും half LV half HV ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. മനസ്സിലായല്ലോ? half LV and half HV is wound on 1 leg. ഷെൽ ടൈപ്പിലാണെങ്കിൽ whole LV and whole HV is sandwiched in the central limb. ഇനി ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് നമ്മൾ എന്തിനെ അറേഞ്ച് ചെയ്യുക? വൈൻഡിങ് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഡെപ്തിൽ മതി ആ ഒരു വൈൻഡിങ് കൺസ്ട്രക്ഷന്റെ കാര്യം നോക്കുന്നത്. ഇനി ഷെൽ ടൈപ്പിലാണെങ്കിൽ ഫ്ലെക്സ് ഇൻ സെൻട്രൽ ലിംബ് ഡിവൈഡ്സ് ഈക്വലി ആൻഡ് റിട്ടേൺ ത്രൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ലിംബിലാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? ഈ പറഞ്ഞ ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മീൻസ് വൈൻഡിങ് കൊടുക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും ഇലക്ട്രിക്കൽ എനർജി വരിക. അപ്പൊ ആ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നായിരിക്കും മാഗ്നറ്റിക് ഫ്ലെക്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, സെൻട്രൽ ലിംബിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ മാഗ്നറ്റിക് ഫ്ലെക്സ് പകുതി ഇങ്ങോട്ടും പോകും, പകുതി ഇങ്ങോട്ടും പോകും, എന്നിട്ട് ഇവിടെ ആഡപ്പ് ചെയ്യപ്പെടും. മനസ്സിലായോ? അതാ പറഞ്ഞത്, ഫ്രം ദ സെൻട്രൽ ലിംബ് ദ ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് gives half to the right hand side and half to the left hand side. 2 ലിംബിലൂടെയും പോയി പകുതി ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് റൈറ്റ് ലിംബിലും പകുതി ലെഫ്റ്റ് ലിംബിലും പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ സമ്മപ്പ് ചെയ്യും. മനസ്സിലായോ? ഹിയർ ഇവിടെ ആണെങ്കിലോ ഇവിടെ തുടങ്ങുന്നത് ഫ്ലെക്സ്
മൊത്തത്തിൽ, അതായത് ഫ്ലെക്സ് സിംഗിൾ പാത്ത് ആണ് കോർ ടൈപ്പില് അല്ലെ. നമ്മൾ നോർമലി നമ്മൾ കോർ ടൈപ്പ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? സിംഗിൾ പാത്ത് ആണ്, ഒറ്റ പാത്തിലൂടെ പോയിട്ട് ആ പാത്തിലൂടെ തിരിച്ചു വരും. അപ്പം നോർമലി ഒരു ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ വേസ് ഇത്രയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷെൽ ടൈപ്പും ഉണ്ട്, കോർ ടൈപ്പും ഉണ്ട്. ഷെൽ ടൈപ്പ് എന്ന് പറയുന്നത് 3 ലെഗ് ആയിരിക്കും, കോർ ടൈപ്പ് എന്ന് പറയുന്നത് 2 ലെഗ് ആയിരിക്കും. ഷെൽ ടൈപ്പിൽ സെൻട്രൽ ലിംബിലാണ് നമ്മൾ LVയും HVയും കൂടെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പകുതി ഫ്ലെക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും പകുതി ഫ്ലെക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പോകും. കോർ ടൈപ്പിലാണെങ്കിൽ 2 ലെഗ് ആണുള്ളത്. ഈവൻ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലുള്ള ഫ്ലെക്സ്, യുണീക്ക് ആയിട്ടുള്ള ഫ്ലെക്സ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യമാണ് എന്തുള്ളത്? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ആയിട്ട് ഉള്ളത്. കണ്ടക്ടേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് കോർ സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് കോറിന്റെ ലാമിനേഷൻസ് CRGO വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളുടെ ഇലക്ട്രിക് പാർട്ട് ആയിട്ടുള്ള വൈൻഡിങ്സ് എന്ത് വെച്ചിട്ടാണ്? കോപ്പർ ഓർ അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ദ കോർ ബൈ ബേക്കലൈറ്റ് സിലിണ്ടേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കോറ് അല്ലെങ്കിൽ ലിംബിലാണ് ആരെ വൈൻഡ് ചെയ്യുന്നത്? നമ്മളുടെ LV ആയാലും HV ആയാലും. അതെന്താണെന്ന് ഞാൻ പറയാം, ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും എന്താണെന്ന് പറയാം. അപ്പൊ വൈൻഡിങ്ങിനെ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഈ പറയുന്ന ലിംബുകളിലാണ് വൈൻഡിങ് കൊടുക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ കോർ ടൈപ്പ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിനെ. അപ്പൊ ഇത് കൊടുക്കുന്നത് എവിടെയാണ്? ഈ ലിംബുകളിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിംസിൽ ഇത് എന്ത് ചെയ്തിരിക്കും? അതായത് വെറുതെ കൊണ്ടുപോയി വൈൻഡിങ് അങ്ങ് മാഗ്നറ്റിക് കോറിൽ ചുറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കൊടുക്കുന്ന ഇൻസുലേഷൻ ഏതാണ്? കോറുമായിട്ട് വൈൻഡ് ചെയ്യുന്നിടത്ത് കൊടുക്കുന്ന ഇൻസുലേഷൻ ഏതാണ്? ബേക്കലൈറ്റ് ഓർ പ്ലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേക്കലൈറ്റ് ഓർ പ്ലാസ്റ്റിക് ലാമിനേഷൻസ്. അപ്പൊ കോറിന്റെ ലാമിനേഷൻസ്, സ്റ്റാമ്പിങ്സിന്റെ ലാമിനേഷൻസ് CRGO. ഇവിടെ വൈൻഡിങ്ങുകളുടെ ലാമിനേഷൻ, അതായത് കോറിൽ വൈൻഡിങ്ങിനെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? ചുറ്റി വെച്ചേക്കുവാണ്. അപ്പൊ അത് ചുറ്റാൻ വേണ്ടി കൊടുക്കുന്നത് ബേക്കലൈറ്റ് ഓർ പ്ലാസ്റ്റിക് ലാമിനേഷൻസ് ആർ ഗിവൺ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലേസ്ഡ് ഇൻ ഓയിൽ ഓർ ഫോർ ഹീറ്റ് ലോസ് അവോയ്ഡിങ്. എന്താണ് ഇത് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതിലുള്ള പ്രശ്നം? അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ബേക്കലൈറ്റ് ഓർ പ്ലാസ്റ്റിക് ആണ് നമ്മൾ കൊടുക്കുന്ന ലാമിനേഷൻ. എന്തിന്റെ ലാമിനേഷൻ ആണ്? നമ്മൾ വൈൻഡിങ് കോറിൽ വൗണ്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ലാമിനേഷൻ. അല്ലാതെ കോറിന്റെ ലാമിനേഷൻ എന്ത് തന്നെയാണ്? നമ്മളുടെ നോർമൽ CRGO തന്നെയാണ് നമ്മളുടെ ലാമിനേഷൻസ്. അപ്പം ഇതാണ് നോർമലി ഒരു ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെ 1-2 പോയിന്റും കൂടെ നോക്കുക. ഇവിടെ കൊടുക്കുന്ന ലാമിനേഷൻസ്, ഇപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു കറണ്ട് പോവുകയും ഇവിടെ ഫ്ലെക്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മള് കുറച്ച് ഫ്ലെക്സ്, അപ്പം എല്ലാ ഫ്ലെക്സും ഐഡിയൽ കേസ് പറയുവാണെങ്കിൽ ഒരു ഫ്ലെക്സും പുറത്തെങ്ങും പോകുന്നില്ല, നേരെ പോയിട്ട് അപ്പുറത്തെ വൈൻഡിങ്ങിൽ കയറുകയാണ് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈക്വൽ ഫ്ലെക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദി അതർ വൈൻഡിങ് ഓൾസോ, സെക്കൻഡറി വൈൻഡിങ് ഓൾസോ. പ്രൈമറിയിൽ എത്ര ഉണ്ടാവുന്നോ അത് മാഗ്നറ്റിക് കോർ വഴി പോകും അല്ലെ എന്നാണ് നോർമലി നമ്മൾ പറയാം. പക്ഷേ പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ കുറച്ച് ഫ്ലെക്സ് എന്ത് ചെയ്യും? പുറത്ത് എയർ ഇതിലേക്ക് പോകും. റൈറ്റ്, ആ ഫ്ലെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീക്കേജ് ഫ്ലെക്സ്. എന്ത് വിളിക്കും? ലീക്കേജ് ഫ്ലെക്സ്. ഇനി ഇതൊന്നും കൂടാതെ ഈ വൈൻഡിങ് എന്ന് പറയുന്നത് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ആണ്. നമുക്കറിയാം ഒരു കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം വൈൻഡിങ്ങിലൂടെ കുറച്ച് കറണ്ട് കയറ്റി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കലി ചൂടാവും. അതായത് there are some losses due to the small current അല്ലെ. ചെറിയൊരു കറണ്ട് കൊണ്ട് എന്തുണ്ടാവും? ലോസസ് ഉണ്ടാവും. അതായത് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഈ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണ് എവിടെ കൊടുക്കുന്നത്? ഈ വൈൻഡിങ്ങിൽ കൊടുക്കുന്നത്. അത് നെഗ്ലിജിബിളി സ്മോൾ ആണ് അല്ലെങ്കിൽ 0 ആണെന്ന് എടുക്കുമ്പോഴാണ് അത് ഐഡിയൽ കണ്ടീഷൻ ആവുന്നത്. ആൻഡ് there are പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അവിടെ നമുക്ക് എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ഇങ്ങനെ കുറേ നേരം ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങുകൾ എന്താവും? ബ്ലഡ് ആവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വൈൻഡിങ്ങിനെ അല്ലെങ്കിൽ ടോട്ടൽ ട്രാൻസ്ഫോമർ വൈൻഡിങ് ആർ ഇമേഴ്സ്ഡ് ഇൻ ഓയിൽ. ഓക്കെ, ഓയിൽ കൂളിംഗ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിൽ, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നോർമലി വി ആർ പ്രൊവൈഡിങ്
ഓയിൽ കൂളിംഗ്. എന്ത് ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം വൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദ കോർ. എന്ത് വെച്ചിട്ടാണ്? ബേക്കലൈറ്റ് സിലിണ്ടേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. Then these are placed, the total transformer winding are placed in oil for cooling purpose. ഹീറ്റ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂള് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്തിൽ ഇമേഴ്സ് ചെയ്യുന്നുണ്ട്? ഓയിലിൽ ഇമേഴ്സ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ദിസ് ഇസ് റിഗാർഡിംഗ് ദി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇനി ഞാൻ രണ്ട് ടേം പറഞ്ഞു, LV ആൻഡ് HV. എന്താണ് LV, എന്താണ് HV? അങ്ങനെ റിലേറ്റ് ചെയ്തും കുറെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നിങ്ങളിപ്പോ പറയും പ്രൈമറി LV, സെക്കൻഡറി HV. അല്ല. എന്താണ് LV? ലോ വോൾട്ടേജ് സൈഡ് ഓർ ലോ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്. അതായത് നമ്മൾ രണ്ട് ടേം പറഞ്ഞു, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. ഇപ്പൊ സപ്പോസ് 230 വോൾട്ടിനെ എനിക്ക് 100 വോൾട്ട് ആക്കണം. ഓക്കെ, 230 വോൾട്ടിന് എനിക്ക് 100 വോൾട്ട് ആക്കണം. ഇവിടെ ഇപ്പൊ ഹൈ വോൾട്ടേജ് ഏതാണ്? 230. ലോ വോൾട്ടേജ് ഏതാണ്? 100. ഞാൻ ഏത് വൈൻഡിങ്ങിലാണോ 230 കണക്ട് ചെയ്യുന്നത് അതിനെ എന്തെന്ന് പറയും? ഹൈ വോൾട്ടേജ് വൈൻഡിങ്. ഏത് വൈൻഡിങ്ങിലാണോ 100 വോൾട്ടിന്റെ കണക്ഷൻ വരുന്നത് അതിനെ എന്തെന്ന് പറയും? ലോ വോൾട്ടേജ്. അങ്ങനെ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിൽ കയറ്റി കൊടുക്കാൻ പറ്റില്ല. ഡിസൈൻ ചെയ്യുമ്പോഴേ ഈ ഒരു കൺസ്ട്രക്ഷൻ ഓർമ്മയാണ്. അപ്പൊ ഹൈ വോൾട്ടേജ് വൈൻഡിങ് are the winding where you are giving the highest voltage in the step up step down process, and the low voltage winding means അതിന് ലോ വോൾട്ടേജ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്നുണ്ട് ഒരു ഫ്ലെക്സ് സെറ്റ് ചെയ്യും മാഗ്നറ്റിക് കോറിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ മാഗ്നറ്റിക് കോറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ ഒരു ടേം പഠിച്ചിട്ടുണ്ട്, ബേസിക് ഇലക്ട്രിക്കൽ ഒരു ടേം പഠിച്ചിട്ടുണ്ട്, റിലക്റ്റൻസ്. വാട്ട് ഡു യു മീൻ ബൈ റിലക്റ്റൻസ്? Reluctance is the opposition given to the flux formation. നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിച്ച ടേം ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ കൊടുക്കുന്ന ഒപ്പോസിഷൻ, ആ ഒപ്പോസിഷൻ പറയുന്നതാണ് റിലക്റ്റൻസ്. ഓക്കെ, ഐഡിയൽ കേസിൽ ഈ മാഗ്നറ്റിക് കോറിന് റിലക്റ്റൻസേ പാടില്ല. അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് there must be low reluctance for the കോർ. കോറിന് എന്തായിരിക്കണം? ലോ റിലക്റ്റൻസ് ആയിരിക്കണം. കാരണം എന്താണ്? ഈ ഫ്ലക്സ് ഒട്ടും ലീക്ക് ആവാതെ, ഒട്ടും നഷ്ടപ്പെടാതെ സെക്കൻഡറി സൈഡിൽ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ, EMFന് ആവശ്യമുണ്ട്. സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പാത്ത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ദ മാഗ്നറ്റിക് കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ മസ്റ്റ് ബി മേഡ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ വിത്ത് ലോ റിലക്റ്റൻസ് more than high permeability. എന്തുവാണ് രണ്ടാമത്തെ കാര്യം? ഹൈ പെർമിയബിലിറ്റി. എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം ദ ഫ്ലക്സ്. ഫ്ലക്സിനെ സ്മൂത്ത് ആയിട്ട് കടത്തിവിടാനുള്ള ഒരു കഴിവ് ആർക്ക് വേണം? മാഗ്നറ്റിക് കോറിന് വേണം. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് കോറിന്റെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. there must be low reluctance and there must be high permeability for the flux transformation. അപ്പം ലോ റിലക്റ്റൻസും ഹൈ പെർമിയബിലിറ്റിയുമായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം എന്തിന് യൂസ് ചെയ്യുക? മാഗ്നറ്റിക് കോറിന് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് സിലിക്കൺ സ്റ്റീൽ പ്ലസ് CRGO ലാമിനേഷൻസ് എന്തിൽ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് കോറിൽ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഒറ്റ സെന്റൻസ് പോലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാത്തതില്ല അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ലാത്തതില്ല. ഈ പറഞ്ഞതിൽ മൊത്തം, അതായത് ലോ റിലക്റ്റൻസ്, ഹൈ പെർമിയബിലിറ്റി പാത്ത് ഉൾപ്പെടെ എന്തിൽ ചോദിച്ചിട്ടുണ്ട്? എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. അപ്പൊ ലോ വോൾട്ടേജ് സൈഡ് എന്താണ്, ഹൈ വോൾട്ടേജ് സൈഡ് എന്താണ്, ഷെൽ ടൈപ്പിലും കോർ ടൈപ്പിലും എങ്ങനെയാണ് നമ്മളുടെ ഫ്ലക്സ് ട്രാവൽ ചെയ്യുന്നത്, ദെൻ ഈ പറയുന്ന മൊത്തം ട്രാൻസ്ഫോമറിനെ ഓയിലിൽ എന്തിന് പ്ലേസ് ചെയ്യണം, ദെൻ വൈൻഡിങ് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ്, ലാമിനേഷൻസ് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്രയുമാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ ബേസ് ട്രാൻസ്ഫോമറിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. കൺസ്ട്രക്ഷൻ ഇത്രയുമാണ്
മെയിൻ ആയിട്ട് ട്രാൻസ്ഫോമറിനുള്ളത്. അതിൽ നമുക്ക് ബിടെക്കിന് പഠിക്കുന്ന പോലെ എന്താ ഡെപ്തിൽ കോർ ടൈപ്പിൽ എങ്ങനെ പോകുന്നു, ഷെൽ ടൈപ്പ്, അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന തിയറി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിങ് ദ തിക്നെസ് അല്ലെ, ലാമിനേഷന്റെ തിക്നെസ് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഡെപ്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ ലൈവായിട്ട് ലിങ്ക് കിട്ടുന്നതായിരിക്കും eMerytന്ന്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിൽ നിന്നാണ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്.